നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അടുത്തറിയാമിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത് ഫുൾ കെമിക്കൽസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണല്ലേ. സോ തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം എന്നുള്ള രീതിയിൽ നമ്മളുടെ കേരളത്തിൽ നിന്ന് ട്രെൻഡ് സെറ്റേഴ്സ് എന്നൊരു ഗ്രൂപ്പ് വരുന്നു. ആൻഡ് 5 സംരംഭമാണ് ഇവർക്കുള്ളത്. അതും വാട്ടർ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും പെയിൻസ് ആണെങ്കിലും ആൻഡ് ഫുഡിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ കുറേ. ആൻഡ് ഇതിലൊക്കെ തന്നെ തൻ്റേതായിട്ടുള്ള സിഗ്നേച്ചർ പതിപ്പിച്ച് ഇന്ന് നമ്മളുടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ട്രെൻഡ് സെറ്റേഴ്സ് ഗ്രൂപ്പിനെ പരിചയപ്പെടാം. വാ. ആധുനിക ലോകം പുതിയ ട്രെൻഡിനൊപ്പം പോകുമ്പോൾ പഴമയുടെ നന്മയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളും സർവീസസുകളും പ്രൊവൈഡ് ചെയ്യുന്ന ട്രെൻഡ് സെറ്റേഴ്സ് ഗ്രൂപ്പിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ ആദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ MD ആയിട്ടുള്ള മിഥുൻ സാറിനെയാണ് ആൻഡ് നമ്മളുടെ ചെയർമാൻ ആയിട്ടുള്ള ലിജോ സാറിനെ. സോ യെസ്, വെൽക്കം രണ്ടുപേർക്കും. നമ്മളുടെ ഇന്നത്തെ ലോകം ഫുൾ സഞ്ചരിക്കുന്നത് എത്രയും ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം, അതുപോലെ തന്നെ കെമിക്കൽസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ചിന്തയിലേക്ക് വന്നിട്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓർഗാനിക് ആയിട്ട് ഓരോ പ്രൊഡക്ട്സും അതുപോലെ തന്നെ 5 സംരംഭങ്ങളുണ്ട് ഈ ഒരു ട്രെൻഡ് സെറ്റേഴ്സിനെന്ന് അറിയാം. സോ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും ജേർണിയും ഒക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇതിൽ പഴമയുടെയും പുതുമയുടെയും കാര്യമില്ല. എല്ലാ കാലത്തും നമുക്ക് നെസസിറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ആരോഗ്യം എന്ന് പറയുന്നൊരു കാര്യമാണ് അല്ലേ. പക്ഷേ ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഈ സൊസൈറ്റിയിൽ കുറവാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് ഓർഗാനിക് ഫാമിംഗ് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ആരോഗ്യത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊഡക്ഷൻ രീതി, അപ്പോൾ എന്ത് പ്രൊഡക്റ്റ് വന്നാലും ഹെൽത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രൊഡക്ഷൻ രീതി, ഇത് ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങളുടെ ഗുരുനാഥൻ എന്ന് പറയുന്ന ശ്രീ KV ദയാൽ സാറാണ്. ഒരു കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ജൈവകൃഷി ആചാര്യനും കൂടെയാണ്. അപ്പോൾ ദയാൽ സാറിൻ്റെ വാനപ്രസ്ഥം കോഴ്സ് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് എല്ലാ പ്രൊഡക്റ്റുകളിലും ഈ ആരോഗ്യത്തിൻ്റെ കണ്ണിലൂടെ നോക്കി കണ്ടാൽ ആ പ്രൊഡക്റ്റ് പുതിയതായി മാറും. അങ്ങനെയാണ് ഞങ്ങൾ ഈ 5 ഡിവിഷനുകളിലേക്ക് കടന്നു വന്നത്. ഇതെല്ലാം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് വന്നതല്ല. ഒരു ആവശ്യം തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, ഇതിൻ്റെ പുറകെ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായി വന്ന പ്രൊഡക്റ്റുകളാണ്. സോ അമൃതപൂർണ്ണം എന്നുള്ളൊരു പ്രൊജക്റ്റ് തീർച്ചയായിട്ടും ഓർഗാനിക് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. സോ അപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ പ്രൊഡക്ട്സും അതുപോലെ തന്നെ അമൃതപൂർണ്ണം തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ആക്ച്വലി ഈ പ്രൊഡക്റ്റിലേക്ക് എത്തിച്ചേർന്ന കോൺസെപ്റ്റ് തന്നെയാണ് ഇതിൻ്റെ വ്യത്യാസം. ഇതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല. അപ്പോൾ ഞങ്ങൾ ഒരുപാട് രോഗികളുമായിട്ട് സംസാരിച്ചപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ആളുകൾ പേടിക്കുന്ന രോഗം എന്ന് പറയുന്നത് ഷുഗറാണ്. അതൊരു 30-35 വയസ്സ് കഴിഞ്ഞാൽ ഡയബറ്റിക് ആവുമെന്ന് പേടിയാണ്. അതിനുവേണ്ടി ഷുഗർ ഡയറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്, പ്രീ ഡയബറ്റിക് ഉണ്ട്, ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഇനി കഴിക്കാൻ പറ്റുന്നൊരു ഫുഡ് ഏതാണ്? അരി, ഗോതമ്പ് ആൾക്കാർ ഉപേക്ഷിച്ച് തുടങ്ങി. അതിലേക്ക് പോകാൻ പറ്റില്ല. അത് പോയി കഴിഞ്ഞാൽ ഷുഗറാണ് വരുന്നത്. പിന്നെ കഴിക്കാൻ പറ്റുന്നത് മില്ലറ്റാണ്. പക്ഷേ മില്ലറ്റിന് ടേസ്റ്റ് ഇല്ല, കുക്ക് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കുന്നു. അപ്പം ഞങ്ങൾ ഇതിനകത്ത് ആലോചിച്ച കാര്യം, ഇപ്പോൾ ഷുഗർ രോഗം വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഷുഗർ വരാൻ സാധ്യതയുള്ളവർക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള 4 മില്ലറ്റുകളെ ചൂസ് ചെയ്തിട്ട് ഇതിന് ഈസി ടു കുക്കും ടേസ്റ്റിയും ന്യൂട്രീഷ്യസ് റിച്ചും ആക്കുക. അതിന് ഓൾറെഡി ഒരു 8 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് അതിനെ വീണ്ടും എയർ ഡ്രൈ ചെയ്യുക. അതിന് ന്യൂട്രീഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മത്തങ്ങ, അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ, ബനാന, ഇങ്ങനെ ഒരു 19ഓളം ഇൻഗ്രീഡിയൻസ് ഡ്രൈ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് 14 സാഷകളാക്കിയാണ് ഞങ്ങൾ ഈ പാക്കറ്റിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഒരാൾക്ക് വളരെ ഈസിയാണ്. ഒരു സാഷ പൊട്ടിക്കുക, 15 മിനിറ്റ് സോക്ക് ചെയ്യുക, ഒറ്റ വിസിലിൽ ഇവർക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് റെഡിയായി. അപ്പോൾ ഈസി ടു കുക്കായി, ടേസ്റ്റിയായി, ന്യൂട്രീഷ്യസ് റിച്ചായി, അതുപോലെ തന്നെ ഡയബറ്റിക്കോ പ്രീ ഡയബറ്റിക്കോ ഷുഗർ കട്ടുള്ള ആൾക്കും കഴിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. വാട്ടർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് മോഡേൺ ടെക്നോളജി ഉള്ള കാലത്തും തീർത്ത എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 2 വർഷമായിട്ട് ഒരു ഓളം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. സോ അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ആൻഡ് എങ്ങനെയാണ് തീർത്ത വർക്ക് ചെയ്യുന്നത്? അതിന്റെ ബേസിക് ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അസിഡിറ്റിയാണ്. ഇപ്പൊ സ്ഥിരമായിട്ട് ആൾക്കാർക്ക് മുടി കൊഴിച്ചിൽ, എത്ര ചെയ്താലും മാറാത്ത താരൻ, ഇതിന്റെയൊക്കെ റൂട്ട് കോസ് തേടിപ്പോയി കഴിഞ്ഞാൽ അസിഡിറ്റി തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ മോഡേൺ ടെക്നോളജിയിൽ ഒരു ഫിൽറ്റർ വെക്കുമ്പോഴും വെള്ളത്തിന്റെ അസിഡിറ്റി കൂടുക ചെയ്യുക. കാരണം മിനറൽസ് എല്ലാം ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയുക ചെയ്യുക. അപ്പൊ ഇവിടെ ഞങ്ങൾ MG യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചപ്പോൾ പണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ടെക്നോളജിയാണ് കടൽ കക്കകളെ ഈ വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത്. ഈവൻ ഇത് US പേറ്റന്റ് ഉള്ള ടെക്നോളജിയാണ്. അപ്പോൾ സെലക്റ്റീവ് ആയിട്ടുള്ള കടൽ കക്കകളെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അണുവിമുക്തമാക്കിയിട്ട് അതിനെ പൊടിച്ചിട്ട്, അതിപ്പോൾ കിണറ്റിലാണെങ്കിൽ കിണറ്റിൽ, അല്ലെങ്കിൽ വാട്ടർ ടാങ്കിലാണെങ്കിൽ വാട്ടർ ടാങ്കിൽ, അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ത്രൂ ഔട്ട് ദ ഇയർ pH-നെ ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കും. സാധാരണ കുമ്മായം ഇടുന്ന പോലെ അല്ല. കുമ്മായം കിണറ്റിലേക്ക് ഇട്ടാൽ പെട്ടെന്ന് pH കൂടും, കിണറ്റിലുള്ള മീനും ബാക്കി ജീവികളൊക്കെ ചത്തുപോകും. ഇതങ്ങനെയല്ല. ഇത് കിണറ്റിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ pH ഗ്രാജുവലി, അതായത് അസിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ഒരു വാട്ടർ ടാങ്ക് ഉപയോഗിക്കുന്ന ഒരാൾക്ക് 1 കിലോയുടെ പാക്കറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു, കിണറുള്ള ആൾക്ക് 5 കിലോയുടെ പാക്കറ്റ് ആയിട്ട് കൊടുത്തു. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഒരു പാക്കറ്റ് വാട്ടർ ടാങ്കിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ കെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ ഫിൽറ്റർ വെക്കുന്ന സ്ഥലത്ത് പോലും ആ വെള്ളത്തിന്റെ pH എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് ഒരു 6.5 എന്ന് പറയുന്ന റേഞ്ച് നിൽക്കും. ഈ pH കൂടുമ്പോൾ തന്നെ വെള്ളത്തിൽ അയൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇത് സെഡിമെന്റ് ആയി പോകും.
ഇപ്പൊ പല സ്ഥലത്തും ചുമല വെള്ളം, മഞ്ഞ വെള്ളം, ഇങ്ങനത്തെ അയൺ കണ്ടന്റ് ഉണ്ടല്ലോ. ഇതിന് വളരെ സിമ്പിൾ, നാച്ചുറൽ ആയിട്ട് ഇതിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റി. വെരി നാച്ചുറൽ ആയത് കാരണം സൈഡ് എഫക്റ്റ് ഇല്ല, വേറെ പ്രോസസ്സുകളില്ല, കോംപ്ലിക്കേഷൻ ഇല്ല. അപ്പൊ അത്ര സിമ്പിൾ ആക്കി ആളുകളുടെ കൊടുത്തപ്പോൾ ആളുകൾക്ക് വളരെ ഈസി ടു യൂസ് ആയി. അത് സോഷ്യൽ മീഡിയയിലും ഒക്കെ ട്രെൻഡിങ് ആയി, ആമസോണിലൊക്കെ ആൾക്കാർ മേടിച്ചു തുടങ്ങി. അപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ കോൺസെപ്റ്റ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നൊരു കാര്യം. ഇന്ന് കെമിക്കൽസ് ഭരിക്കുന്ന ഓരോ ഇൻഡസ്ട്രിയും അത്രയും തന്നെ ഓർഗാനിക് ആയിട്ട് നമ്മുടെ ട്രെൻഡ് സെറ്റേഴ്സിന് കീഴടക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ കൂടെ ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. സോ ട്രെൻഡ് സെറ്റേഴ്സ് തീർച്ചയായിട്ടും ഓർഗാനിക് എന്നുള്ളൊരു രീതിയിൽ നമ്മളുടെ ലോകം തന്നെ മാറ്റാൻ പോവുകയാണ്. സോ തീർച്ചയായിട്ടും ഇനിയും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനിയും അടുത്തൊരു സെഗ്മെന്റിൽ കാണാം. ദിസ് ഇസ് ദേവിക. ബൈ.